ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അസൂസ് റോഗ് എലൈ ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഉള്ളിൽ പ്രൊസസ്സർ Z1 എക്സ്ട്രീം പ്രൊസസ്സറാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ എത്രയാണ്? R7CL സംതിങ് അങ്ങനെ എന്തോ ആണ്. റോഗ് എലൈ എക്സ് അല്ല, അതിനേക്കാളും ചെറിയൊരു മോഡലാണ്. ഇതെത്ര ഞാനൊരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഒരു 500 CAD മേടിച്ചത്. എനിക്കിത് എന്തായാലും വെർത്തിട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കണം. ഗെയിംസ് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതെ, ഇത് നോൺ സ്റ്റീം ഗെയിം എന്ന് കാണിച്ചിട്ട്. നോൺ സ്റ്റീം ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീമിൽ നിന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതല്ല, അതെൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ഉള്ളത്. ഇതെല്ലാം ക്രാക്ക്ഡ് ഗെയിംസ്. ഹാർഡ് ഡിസ്ക് ഇത് 2 TB ഹാർഡ് ഡിസ്ക്കാണ്. ഇതിൽ വേണമെങ്കിൽ ഒരു 20-30 ഗെയിംസ് കയറ്റിയിടാനും സ്ഥലമുണ്ടെന്ന് തോന്നണേ. അപ്പോൾ അത്രയും ഗെയിം കയറ്റിയിടുമ്പോൾ ഇതിലാകെ 500 GB ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രാക്ക്ഡ് ഗെയിംസ് എല്ലാം ഇതിൽ കയറ്റും. എന്നിട്ട് കളിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ USB എടുത്ത് കുത്തി കഴിഞ്ഞൊരു 20 സെക്കൻഡ് പിടിക്കും. അതായത് ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ലോഡാവും. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ഈ നോൺ സ്റ്റീം ഗെയിംസ് ഇല്ലേ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട് ഇതൊക്കെ എന്താ ശരിക്കും പ്ലേ അടിച്ചാൽ പ്ലേ ആവില്ല. വയർ കുത്തിയിട്ട് പ്ലേ അടിച്ചാൽ പ്ലേ ആവുള്ളൂ, അത്രേ ഉള്ളൂ. ജസ്റ്റ് വയർ കുത്താൽ ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുക, സാധനം വർക്കാവും. ഞാനിപ്പോൾ സൈബർ പങ്ക് കളിച്ചു നോക്കി. ഇതിൽ സൈബർ പങ്ക് ഇല്ലേ? സൈബർ പങ്ക് കളിച്ചു നോക്കി, ഇത് കളിച്ചു നോക്കി, പ്രാഗ്മാറ്റ കളിച്ചു നോക്കി. പിന്നെ 007 വർക്കായിട്ടില്ല, ഫോർസ ഹൊറൈസൺ 6 വർക്കായിട്ടില്ല. അത് ഞാൻ ലാപ്പിൽ ഞാൻ റൺ ചെയ്ത് നോക്കി, വർക്കായില്ല. ചുമ്മാ അതിൽ റണ്ണാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. പക്ഷെ വർക്കായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വർക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സൈബർ പങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് കാണിച്ചാൽ ഇത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കാണാം. TDP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടേജിൽ കാണാവുന്നതാണ്. ഇതിപ്പോൾ ഇത് 15 വാട്ടിൽ ഞാൻ കളിച്ചു നോക്കി. 15 വാട്ടിൽ സൈബർ പങ്ക് ഗ്രാഫിക്സ് ഫുള്ള് കുറച്ച് വെച്ചിട്ട് എനിക്ക് 60 ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ട്. 15 വാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി വാട്ടുള്ളൂ. അതായത് മാക്സിമം വാട്ട് 30. അത് പക്ഷേ 15 വാട്ടിൽ തന്നെ എനിക്ക് സൈബർ പമ്പ് 60 ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫിക്സ് ഒരു മീഡിയം ഇടുകയാണെങ്കിൽ എനിക്ക് 60 ഫ്രെയിം റേറ്റ് സിമ്പിളായിട്ട് കിട്ടും, ടർബോയിലിട്ട് കളിക്കുകയാണെങ്കിൽ. പിന്നെ GTA 5 ഞാൻ കളിച്ചു. GTA 5 ഒക്കെ സിമ്പിളായിട്ട് ഒരു പെർഫോമൻസിലിട്ട 60 ഫ്രെയിം റേറ്റ് എന്തായാലും കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു കാര്യം മറന്നു. ഇത് വരുന്നത് വിൻഡോസിലാണ്, പക്ഷേ ഞാൻ വിൻഡോസിലല്ല കളിക്കുന്നത്. ഞാൻ വിൻഡോസ് മാറ്റി ലിനക്സ് ആക്കി. സിസ്റ്റം സോഫ്റ്റ്വെയർ ഞാൻ മാറ്റി ബേസൈറ്റ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രോയാണ് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നൈസാണ്. ഇപ്പോൾ ഇത് ഡബിൾ ടൈപ്പ് അടിച്ചിട്ട് ഇവിടെ ഞെക്കിയിട്ട് പവറിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലിനക്സിൻ്റെ സംഭവം കാണിച്ചു തരാം. സ്വിച്ച് ടു ഡെസ്ക്ടോപ്പ്. ഓക്കെ, ലെറ്റ്സ് സീ. സോ ദിസ് ഈസ് ദ ഡെസ്ക്ടോപ്പ്. കണ്ടോ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡെസ്ക്ടോപ്പ്. സോ ലിനക്സിൽ നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിറ്റ് റൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബ്രൗസറിൽ പോയിട്ട് വല്ല ഇതിൽ ഞാൻ ബ്രൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രൗസറിൽ പോയിട്ട് വല്ല മൂവി വാച്ച് ചെയ്യണമെങ്കിലോ എല്ലാത്തിനും യൂസ് ചെയ്യാം. വേണമെന്നൊരു നോർമൽ ഒരു ലിനക്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വിൻഡോസിൻ്റെ പോലെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യണം തന്നെ അതൊരു 2-3 GB കൊണ്ടുപോകും. പിന്നെ വിൻഡോസിൽ ആവശ്യമില്ലാത്ത കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ആവുന്നതുകൊണ്ട് ഗെയിം ഇടയ്ക്ക് സ്റ്റക്ക് ആവണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ബാക്ക്സൈറ്റിലോട്ട് മാറിയത്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ ഒരു ഡിവൈസ് സൈബർ പങ്കും GTA 5 ഒക്കെ 60 FPS റണ്ണാവണ ഒരു ഡിവൈസാണ് ഇത്. ഈ ഡിവൈസിനാകെ 500 കേടാണ് വന്നിട്ടുള്ളൂ എനിക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന്. അപ്പം അങ്ങനൊരു സമയത്ത് PS5 ഇപ്പോൾ ഫ്രീ ആയിട്ട് PS5 അല്ലെങ്കിൽ ഈ ഡിവൈസ് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡിവൈസ് എടുക്കുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ PS5 ഗെയിം എവിടെ നിന്ന് മേടിക്കുക? പ്ലേ സ്റ്റേഷൻ്റെ സ്റ്റോറിൽ നിന്ന്.
ഇതിൽ ഗെയിം നടന്ന് മേടിക്കാം. ഇതിൽ നമുക്ക് സ്റ്റീമിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ എപ്പിക് ഗെയിം സ്റ്റോറിൽ നിന്ന് മേടിക്കാം. ഇത് ലിനക്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട് ഗെയിം മേടിക്കാനുള്ള. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന സ്ഥലത്ത് നോക്കി മേടിച്ചാൽ മതി. അല്ലെങ്കിൽ വല്ല ക്രാക്ക് ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കയറ്റിട്ട് കളിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ഓക്കെ. ഇപ്പം നമ്മൾ പ്ലേ സ്റ്റേഷൻ്റെ സ്റ്റോറിൽ പോയിട്ട് റെസിഡൻറ്റ് ഈവിൽ റെക്വം പുതിയ ഗെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അതിന് എത്രയാണോ ഐ ഡോണ്ട് നോ. പക്ഷെ ആ സെയിം ഗെയിം നമ്മൾ സ്റ്റീമിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, റെസിഡൻറ്റ്, യെസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സാധനം ഇവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ 20% ഓഫ് എടുക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലേ സ്റ്റേഷനേക്കാളൊരു നല്ല ഡിവൈസായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം, പ്ലേ സ്റ്റേഷനിൽ നമ്മൾ ഓൺലൈൻ ഗെയിം കളിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കണം. ഇതിലിപ്പോൾ ഫ്രീ ആയിട്ടൊരു ഗെയിമുണ്ട്. ഫ്രീ ആയിട്ടൊരു ഗെയിം നമുക്ക് ഓൺലൈനിൽ കളിക്കുകയാണെങ്കിൽ പൈസ വേണ്ട. പക്ഷേ പ്ലേ സ്റ്റേഷനിൽ ഫ്രീ ആയിട്ടൊരു ഗെയിം അപ്പെക്സ് ലെജൻസോ കോൾ ഓഫ് ഡ്യൂട്ടിയോ വാർസോൺ പിന്നെ പബ്ജിയോ ഇത് നമ്മൾ ഓൺലൈൻ കളിക്കണേന് പൈസ കൊടുക്കണം. മാസം എത്രയോ പൈസ കൊടുക്കണം. അതിപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയാണ്, ഒരു $100 സംതിങ് ആവും ഒരു വർഷത്തേക്ക്. പിന്നെ നിങ്ങൾ അതിൽ ഗെയിം മേടിക്കും, അതും ഫുൾ പ്രൈസിലെ ഗെയിം മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റീം എന്ന് പറഞ്ഞ സ്റ്റോറിൽ മറ്റേ സമ്മർ സെയിൽ, ബ്ലാക്ക് ഫ്രൈഡേ, അങ്ങനെ 2-3-4 ഡിസ്കൗണ്ടൊക്കെ വരും ഒരു വർഷത്തിൽ തന്നെ. അതിലൊക്കെ ചില ഗെയിമിന് -80%, -90% ഒക്കെയാണ്. ഞാൻ ഇന്നലെ തന്നെ ഒരു 5-6 ഗെയിം ഒരുമിച്ച് മേടിച്ചു. ഓരോ ഗെയിമിനും $3-4 വെച്ചായുള്ളൂ. സോ അതാണൊരു സംഭവം. പ്ലേ സ്റ്റേഷൻ ആൾക്കാർ വിൽക്കുന്നത് നഷ്ടത്തിലാണ്. അതറിയോ നിങ്ങൾക്ക്? ശരിക്കും അത്രയും വലിയൊരു ഹാർഡ്വെയർ ഇത്രയും പൈസയ്ക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ആ പൈസയ്ക്ക് ഹാർഡ്വെയർ വിറ്റുണ്ടെങ്കിൽ ഇത്രയും പൈസയ്ക്ക് ഗെയിം അവർ തിരിച്ച് മേടിക്കുന്നത് അവർക്കറിയാം. മാസം പൈസ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ നഷ്ടത്തിൽ ഹാർഡ്വെയർ വിറ്റിട്ട് ഗെയിം മേടിക്കുമ്പോൾ ആ നഷ്ടം അവർ തിരിച്ചു പിടിക്കും. അതാണ് പ്ലേ സ്റ്റേഷൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വിൻഡോസ് ഇപ്പോൾ അലമ്പായി വരുന്നതുകൊണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പ് PC ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഈ സംഭവം നമുക്ക് സോഫയിൽ ഇരുന്ന് കളിക്കാം, ബെഡുമ്മ കിടന്ന് കളിക്കാം. ഞാൻ ഉറങ്ങണ സമയത്താണ് കളിക്കാറ്. ഉറങ്ങണ സമയത്ത് ചിലപ്പോൾ ഒരു 30 മണിക്കൂർ കളിച്ചിട്ട് അതുകൊണ്ട് കിടന്നുറങ്ങും ഡെയിലി. സോ ദിസ് ഈസ് പ്രെറ്റി കംഫർട്ട് ബ്രോ. പിന്നെ ഇത് ഓഫ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ GTA എന്നാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. GTA ഇന്നലെ കളിച്ചിട്ട് മിഷൻ്റെ പകുതി. പിന്നെ അപ്പോഴെങ്കിൽ വർക്കിന് കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിഷൻ ഞാൻ ആദ്യം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഞാനത് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്തു. എന്നിട്ട് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്തപ്പോൾ ആ മിഷൻ്റെ പോസായി നിൽക്കണില്ലേ, നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കണേ. പിന്നെ മനസ്സിലായി നമ്മളത് സ്ലീപ്പ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്താൽ എവിടെ വെച്ചാണോ നമ്മൾ ഗെയിം നിർത്തി അവിടെ തൊട്ട് നമുക്ക് കളിക്കാം. സോ നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഇതൊരു നല്ല ഡിവൈസാണ്. സോ വെറും 500 CAD-ന് ഇത്രയും പെർഫോമൻസ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ അത്രയ്ക്ക് ഒന്നും പെർഫോമൻസ് കിട്ടില്ല. ഞാനത് റെസൊല്യൂഷൻ കുറച്ചിട്ട് കളിക്കുന്നത്. ഒരു 720p 1080pയിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ അത്യാവശ്യം 60 ബ്ലാക്ക് മിത്ത് ബുക്കും ഇതെനിക്ക് 60 FPS കിട്ടുന്നുണ്ട്. പക്ഷേ മീഡിയം സെറ്റിംഗ് അല്ല, ഞാനൊരു ടർബോ മോഡിൽ എനിക്കൊരു 60 ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ട് സിമ്പിളായിട്ട്. സോ ബ്ലാക്ക് മിത്ത് ഒക്കെ ഇതൊക്കെ AAA ഗെയിംസാണ്. ഞാൻ 60 ഫ്രെയിം റേറ്റിൽ കളിക്കുകയാണ്. സോ I don't know bro, with just 500 CAD-ന് ഇത്ര നല്ലൊരു ഡിവൈസ്
കിട്ടുന്ന ഒരു നൈസാണ്, കൊള്ളാം. പിന്നെ ലിനക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി സ്മൂത്ത്, UI സ്മൂത്താണ്, ബഗ്സും ഗ്ലിച്ചസൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഒരു ഫ്രെയിം റേറ്റ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 45 ഫ്രെയിം റേറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പക്ക കൺസിസ്റ്റൻ്റ് ആയിരിക്കും. 40, 42, 43, 40. അത് 40 എന്ന് പറയുന്നത് ഫ്രെയിം റേറ്റ് കുറവായിട്ട് കാണിക്കേണ്ട. ഇടയ്ക്ക് ബാറ്ററി തീരാറാകുമ്പോൾ ഞാൻ സാധനം എടുത്ത് സൈലൻറ്റിലാക്കും. അതായത് 10 വോട്ടിൽ കളിക്കുമ്പോൾ 40, 45 സോ ദാറ്റ്സ് റിയലി കൂൾ ബ്രോ, ദാറ്റ്സ് റിയലി കൂൾ. ഈ ബാറ്ററി ഭയങ്കര അത്രയ്ക്ക് നിൽക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ കുത്താണ്ട് കളിക്കുമ്പോൾ, ചാർജിൽ കുത്താണ്ട് കളിക്കുമ്പോൾ ഒരു ഗെയിമൊക്കെ, ഈ ട്രിപ്പിള് ഗെയിമൊക്കെ ഇല്ലേ, ബ്ലാക്ക് മിത്ത് തൂക്കും, അങ്ങനത്തെ ഗെയിമൊക്കെ ഒരു 40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് അത്ര നേരമൊക്കെ നിൽക്കുള്ളൂ. അപ്പോഴേക്കും അത് 0% പെട്ടെന്ന് ബാറ്ററി ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനുള്ള പണി ഇത് എടുക്കുന്നുണ്ട് നന്നായിട്ട്. സോ ദിസ് ഈസ് റിയലി ഗുഡ്, വെരി ഗുഡ് ഡിവൈസ് ഫോർ ഗെയിമിങ്. ഇനിയിപ്പോൾ 2026 എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കൂടി വരികയാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒന്നും മനസ്സിൽ ചിന്തിക്കുകയേ വേണ്ട. ഒരു നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് എങ്ങനെ പോയാലും 2000-ൻ്റെ മുകളിൽ പോകും. എന്നിട്ട് ഇത്രയും വലിയ ഗെയിം ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഗെയിം റണ്ണാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിൻഡോസിൻ്റെ പോപ്പപ്പും ചില സമയത്ത് സ്റ്റക്കാവുന്നതൊന്ന് ആലോചിച്ച് നോക്കി, തലവേദനയും. അതിനേക്കാളും അത് ഇതിൻ്റെ ഒരു ലിനക്സിൻ്റെ, ഇത് ശരിക്കും ഒരു വിൻഡോസ് ഡിവൈസാണ് കേട്ടോ. ഒരു AMDയുടെ ചിപ്പുള്ളൊരു ഡിവൈസ് മേടിച്ചിട്ട് അത് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം, ബേസൈറ്റിൻ്റെ. ഒരു ഗ്ലിച്ചും ഇല്ല, ഒരു ബഗ്സും ഇല്ല, സൂപ്പർ ഡിവൈസ്, വെർത്ത് ഇറ്റ് ഗൈസ്. ഞാൻ ഇത് മേടിച്ചിട്ടൊരു 1 മന്തായി. ഞാൻ നല്ല കംഫർട്ടായിട്ട് ഗെയിം കളിക്കുന്നു. പിന്നെ ഒരു കാര്യം, പ്ലേ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ഞാൻ പണ്ടൊരു 1 മണിക്കൂറൊക്കെ കളിക്കാറുള്ളൂ. ഈ സംഭവമാണെങ്കിൽ എവിടെ ഇരുന്നാലും കളിക്കാമല്ലോ. അതുകൊണ്ട് ബെഡിലിരുന്ന് കളിക്കും, സോഫയിൽ ഇരുന്ന് കളിക്കും. ഗെയിം കിട്ടു. ചില സമയത്ത് അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിച്ച് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 5-6 മണിക്കൂറൊക്കെ കളിച്ചെന്ന് വരും ചിലപ്പോൾ. അത് പ്ലേ സ്റ്റേഷനിലോ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ എനിക്ക് അങ്ങനെ ഇരുന്ന് കളിക്കാൻ പറ്റില്ലല്ലോ. സെയിം പോസ്റ്ററിൽ തന്നെ ഇരുന്ന് കളിക്കണം. പക്ഷേ ഇതൊരു ഓരോ സ്ഥലത്ത് കളിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മടുക്കില്ല, നമ്മൾക്ക് പെട്ടെന്ന് ഫാറ്റിക്ക് വരില്ല. സോ നൈസാണ്, കൊള്ളാം. ഇപ്പോഴത്തെ ഒരു എക്കോണമിയിൽ പറ്റിയൊരു ഡിവൈസാണ് Xbox ROG Ally. Xbox ROG Allyയുടെ പല വെർഷനുണ്ട്. പ്രൊസസ്സർ നോക്കുമ്പോൾ Z1 എക്സ്ട്രീം മാത്രം നോക്കി മേടിക്കുക, അല്ലെങ്കിൽ മൂഞ്ചിപ്പോവും കിട്ടും. Z1 അത്ര പവറില്ല. സോ ഈ സാധനം വല്ല മാർക്കറ്റ് പ്ലേസിനും കിട്ടുമ്പോൾ വിൻഡോസ് ആയിരിക്കും. അതിൽ ബേസൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഗെയിംസൊക്കെ സ്റ്റീമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, കളിക്കുക, അത്രേ ഉള്ളൂ. സ്റ്റീം ഇഷ്ടമല്ലെങ്കിൽ എപ്പിക് സ്റ്റോറോ വേറെ എന്തെങ്കിലും സ്റ്റോറോ എടുത്ത് കളിക്കുക, അല്ലെങ്കിൽ EA ഗെയിംസ് കുറച്ച് നമ്മളുണ്ട്, ഇഷ്ടമുള്ളത് കളിച്ചോളൂ.